ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള 10 ഹിന്ദു ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, കാശി വിശ്വനാഥ് ടെമ്പിൾ. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമായി ഇത് വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിന്റെ ആകെ ആസ്തി 2024 16 കോടിയിൽ കൂടുതലാണെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രതിദിനം 45,000 തീർത്ഥാടകരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. നമ്പർ 9, ഗോൾഡൻ ടെമ്പിൾ. പഞ്ചാബിലെ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുദ്വാരയാണ് സുവർണ ക്ഷേത്രം. 1830 ശ്രീകോവിൽ സ്വർണ്ണ തകിട് കൊണ്ട് പൊതിഞ്ഞതു മുതൽ ഈ ക്ഷേത്രത്തിന് ഈ പേര് വന്നത്. ഇത് സിഖ് മതത്തിന്റെ പ്രമുഖ ആത്മീയ കേന്ദ്രമാണ്. 1589 ഈ ക്ഷേത്രം സ്ഥാപിതമായത്. നമ്പർ 8, മീനാക്ഷി ടെമ്പിൾ. മധുരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ ആസ്തി 100 കോടിക്കും മീതെയാണ്. 5.7 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്ര സമുച്ചയം നിരവധി സ്മാരകങ്ങളാൽ സമ്പുഷ്ടമാണ്. 14 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഏറ്റവും ഉയരം കൂടിയ തെക്കേ ഗോപുരത്തിന് 170 അടിയാണ് ഉയരം. നമ്പർ 7, സോമനാഥ ടെമ്പിൾ. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കൂടാതെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതുമാണ്. അലക്സാണ്ടർ ബേൺസ് ഈ ക്ഷേത്രത്തെ വിശാലമായ ക്ഷേത്ര നഗരവും എന്ന് വിശേഷിപ്പിച്ചു. നമ്പർ 6, വൈഷ്ണോ ദേവി ടെമ്പിൾ. 650 കോടിക്ക് മീതെയാണ് ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനം. മഹാസരസ്വതിയുടെയും മഹാകാളിയുടെയും തത്വം ഉൾക്കൊള്ളുന്ന ഹിന്ദു മാതാവ് മഹാലക്ഷ്മിയുടെ രൂപമാണ് ഇത്. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഉയരം 5200 അടിയാണ്. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഇവിടെ എത്തുന്നത്. നമ്പർ 5, സിദ്ധിവിനായക് ടെമ്പിൾ. ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിദ്ധിവിനായക ക്ഷേത്രത്തിന് ഏകദേശം 100-150 മില്യൺ ആണ് സംഭാവനകൾ ലഭിക്കുന്നത്. ശ്രീകോവിലിന്റെ ഉൾഭാഗത്തെ മേൽക്കൂര സ്വർണം പൂശിയതാണ്. 1801 നവംബർ 19 ലക്ഷ്മൺ വിധുവും ദുബായ് പാട്ടീലും ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. നമ്പർ 4, പൂരി ജഗന്നാഥ് ടെമ്പിൾ. ഒഡീഷയിൽ പൂരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. 2024 അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് 150 കോടി രൂപയുടെ ആസ്തിയാണ് ക്ഷേത്രത്തിനുള്ളത്. വിശാലമായ ഭൂമിയും വിലയേറിയ ലോഹങ്ങളും സംഭാവനകളും ഇവിടെയുണ്ട്. നമ്പർ 3, ശ്രീ സായ് ബാബ ടെമ്പിൾ. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ ആസ്തി 900 കോടിയാണ്. 19-ാം നൂറ്റാണ്ടിലെ ഷിർദിയിലെ സന്യാസി സായ് ബാബയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഇത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ദശലക്ഷക്കണക്കിന് ആരാധകരെ ആകർഷിക്കുന്നു. നമ്പർ 2, തിരുപ്പതി വെങ്കിട്ടേശ്വര ടെമ്പിൾ. കന്യാകുമാരിയിലെ ഈ ക്ഷേത്രം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5000 കോടിയോളമാണ് വരുമാനം നേടിയത്. 5.5 ഏക്കർ ഭൂമിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം നിരവധി ഭക്തരാൽ നിറയുന്നു. ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് ഈ ക്ഷേത്രം. നമ്പർ 1, ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ. തിരുവനന്തപുരത്ത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ആസ്തി 1 ലക്ഷം കോടിയാണ്. കേരള ശൈലിയുടെയും ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെയും സങ്കീർണമായ സംയോജനത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ നിലവറയാണ് മഹാഭാരത് കല്ലറ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.